പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ നേതൃയോഗമായിരുന്നു. ആ യോഗത്തിന് ശേഷമുള്ള ബ്രീഫിംഗാണ്. ജില്ലയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളും വടകര, കോഴിക്കോട്, വയനാട് ഉജ്ജ്വലമായ വിജയം പാർട്ടി നേടും. വടകരയിലെയും കോഴിക്കോട്ടെയും ഭൂരിപക്ഷം വിസ്മയിപ്പിക്കുന്നതായിരിക്കും. ജില്ലയിലെ എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ UDF ലഭിച്ചു. ഒരു കാലത്തും UDF പിന്തുണയ്ക്കാത്ത വിഭാഗക്കാർ വരെ ഇത്തവണ UDF പിന്തുണച്ചു. CPM-നകത്തുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ CPM പ്രവർത്തകരും ഇത്തവണ LDF പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. കാലാകാലങ്ങളായി LDF-ഓട് അനുഭാവം പുലർത്തിയിരുന്ന പല ആളുകളും ഇത്തവണ UDF പിന്തുണച്ചു. അതുകൊണ്ട് കോഴിക്കോട്ടെയിലും വടകരയിലും ഭൂരിപക്ഷം 1 ലക്ഷം കിടക്കുമെന്നാണ് ഞങ്ങളുടെ യോഗത്തിൻ്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത പ്രോബ്ലംലെസ് സെലക്ഷനായിരുന്നു. സാധാരണഗതിയിൽ ചെറിയ പടലപ്പിണക്കങ്ങൾ, പ്രശ്നങ്ങൾ പലതുണ്ടായിരുന്നു. പറയത്തക്ക ഒരു പ്രശ്നവുമില്ലാതെ, യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ലാതെ കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്ന് യോഗം വിലയിരുത്തി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറ്റാൻ ബോധപൂർവമായ ശ്രമം CPM നടത്തിയിട്ടുണ്ട്. അത് തുടക്കത്തിലേ ഉണ്ടായി. സാധാരണഗതിയിൽ CPM-ൻ്റെ പ്രചരണ ബോർഡുകളിൽ സ്ഥാനാർത്ഥിയുടെ പേരിനോടൊപ്പം നമ്മൾ കാണുക സഖാവ് എന്ന പദമാണ്. എന്നാൽ കോഴിക്കോട് നമ്മൾ കണ്ടത് ഇക്കയെയും ഇക്ക എന്നും വടകരയിൽ അമ്മ എന്നുമാണ്. അവിടെ തുടങ്ങി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം. സഖാവ് എളമരം കരീം എന്ന് പറയുന്നതിന് പകരം കരീം കെയ്ക്ക്, സഖാവ് KK ശൈലജ എന്ന് പറഞ്ഞതിന് പകരം ടീച്ചർ അമ്മയായിട്ടുമാണ് പോസ്റ്റർ വരെ ഇറങ്ങിയത്. അവിടെ തുടങ്ങിയ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം CPM ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, തുറന്നുകൊണ്ടിരിക്കുന്നു. ഇത് അപകടകരമായൊരു ശ്രമമാണ്. കാരണം കോഴിക്കോടിനൊരു മതേതര പാരമ്പര്യമുണ്ട്. കോഴിക്കോട് മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലമാണ്. അത് തകർക്കാനുള്ള ശ്രമമാണ് 2 സീറ്റുകൾ പരാജയപ്പെടുമെന്നുള്ള ഭീതിയിൽ CPM നടത്തുന്നു. ഇവിടെ UDF-ഉം കോൺഗ്രസുമൊക്കെ 2 സീറ്റും പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇത്തരം ഒരു ശ്രമവും കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഏറ്റവും തരംതാണ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. RSS-ഉം ശൈലജ ടീച്ചറും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് വടകരയിൽ CPM പറഞ്ഞത്. ഏറ്റവും രസകരമായത്, ആദ്യം സ്ഥാനാർത്ഥി KK ശൈലജ പറഞ്ഞു എന്നെപ്പറ്റി വ്യാജ വീഡിയോ തയ്യാറാക്കിയെന്ന്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുകയാണ് വീഡിയോ ഉണ്ട്, സ്ഥാനാർത്ഥിയല്ല പറയേണ്ടത്. അപ്പോൾ വീഡിയോ വ്യാജമായിരുന്നു എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയോടുകൂടി പാർട്ടിയുടെ അറിവോടുകൂടിയാണ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു, എവിടെ വീഡിയോ? ആഭ്യന്തരം കൈകാര്യം ചെയ്തത് CPM-ആണ്, പിണറായി വിജയനാണ്. ആ വീഡിയോ എവിടെ? പോലീസ് കണ്ടെത്തട്ടെ, പ്രതികളെ പിടിക്കട്ടെ. ആ പ്രതികൾ ഒരിക്കൽ പോലും സംരക്ഷിക്കാൻ കോൺഗ്രസോ UDF-ഓ വരില്ല. ഷാഫി പറമ്പിലിന് വേണ്ടി യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അവിടെ ലഘുലേഖയുമായി മുന്നോട്ട് പോയപ്പോൾ അവിടെ എല്ലാവരും മുണ്ടും ഇടത്തോട്ട് തന്നെ എന്നുള്ള ഏറ്റവും മോശകരമായ കമൻ്റാണ് പാർട്ടിയുടെ ഔദ്യോഗികർ അവിടെ ഇട്ടത്. കോഴിക്കോട്ടെ പല വീടുകളും CPM-കാർ പോയിട്ട് പറഞ്ഞത്, കോഴിക്കോട്ട് മുസ്ലിംസ് നമ്മൾ വീട്ടിൽ പറഞ്ഞത് കോഴിക്കോടിനൊരു മുസ്ലിം MP വേണമെന്നാണ്. വടകരയിൽ അതിലും ഭയങ്കര സംഭവം നടന്നു. ഒരു MSF-കാരൻ്റെ വ്യാജ ID ഉണ്ടാക്കി ശൈലജ ടീച്ചറായ കാഫർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞൊരു പേര് നടത്തി. വളരെ മോശമായ പ്രചരണം. ആ മുഹമ്മദ് കാസിം അദ്ദേഹത്തിൻ്റെ ഫോണുമായി നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. പോലീസോട് പറയേണ്ടത് നിങ്ങളെല്ലാം അന്വേഷിക്കണം, ഞാനിത് നടത്തിയിട്ടില്ല, ഞാനിതിൻ്റെ ഭാഗമല്ല, നിങ്ങൾ അന്വേഷിച്ച് യഥാർത്ഥങ്ങൾ കണ്ടെത്തണം. പോലീസ് പറയുന്നു ഞങ്ങൾ കേസെടുക്കാം, അന്വേഷിക്കാം. ഇന്ന് വരെ ആ കേസ് നടപടിയുണ്ടായിട്ടില്ല. അതുമാത്രവുമല്ല, ആ പ്രചരണവുമായി ബന്ധപ്പെട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അതിനെ തുടർന്നുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ആരൊക്കെ ഇടുന്നത്. ഒന്ന്
KK ലതിക CPM-കാരൻ തന്നെ ഉണ്ടാക്കിയ വ്യാജ ID, MSF നേതാവിൽ ഉണ്ടാക്കിയ വ്യാജ ID, അത് വ്യാജ ID ആണെന്ന് പോലീസിനും ബോധ്യപ്പെട്ടു. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പരസ്യമായി ആ മുഹമ്മദ് ഖാസിം പറയുകയും എന്നിട്ട് അതിനെ തുടർന്നുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നുകൊണ്ട് CPM നേതാക്കൾ പോസ്റ്റ് ഇടുന്നു. ആരൊക്കെ ഇടുന്നത്? KK ലതിക, പിന്നെ ഒരു ദീപാ നിശാന്ത്, എന്നെ ഈ നിയാസ് വക്കീലൊക്കെ പഠിപ്പിച്ച അധ്യാപകനാണ് KN ഗണേശ്, ചരിത്രകാരനാണ്, അദ്ദേഹം പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഇത് ഇല്ലാത്ത ID ഉണ്ടാക്കി ഇല്ലാത്ത നടത്തി അത് ഏറ്റുപിടിച്ചു. ഇപ്പോഴും ആ കേസ് പോലീസിൻ്റെ പരിഗണനയിലാണ്.